ക്ലീനിങ് ആണ് കേട്ടോ. കക്ക ക്ലീൻ ചെയ്യുമ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഇവിടെ ഒന്ന് ഞെക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് വരും കേട്ടോ. അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ബാക്കി ഫുള്ളി ക്ലീൻഡായി കിട്ടും നമുക്ക്. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ പാത്രത്തിലോട്ടോ നോക്കണം മാറ്റി വെച്ചിട്ട് എടുത്ത് കളയണം കേട്ടോ. എന്താ ക്ലീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഞെക്കി കൊടുക്കുമ്പോൾ ഈ അഴുക്കങ്ങ് ഇറങ്ങിപ്പോരും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുത്ത് കളഞ്ഞാൽ മതി. കണ്ടോ, ക്ലീനായി, സംഭവം ക്ലീനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കക്ക വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ. കുറച്ച് ടൈം എടുക്കും. നമ്മുടെ കക്ക അതേപോലെ കൊഞ്ചൊക്കെ വൃത്തിയാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. എങ്കിൽ നമ്മൾ മുമ്പൊന്നും ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാറില്ല കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ഇതിങ്ങനെ ഞാൻ കറി വെക്കാനായിട്ട് തുടങ്ങിയ സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ വൃത്തിയാക്കണ്ടേ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. വീട്ടിൽ പണ്ട് നമ്മൾ കക്ക തോടോടെ മേടിച്ചിട്ട് ഇപ്പോഴും നമുക്കിവിടെ കക്കയൊക്കെ സുലഭമായി കിട്ടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. കായലോരങ്ങളും ഒക്കെ അധികം ആവശ്യത്തിനുണ്ടതുകൊണ്ട് പരവൂർക്കാർക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഇപ്പം നല്ല വില ആയിട്ടുണ്ട് കേട്ടോ. 50 രൂപയ്ക്കൊക്കെ തോടോട് കൂടി കക്ക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു 50 പൈസ കവറുണ്ടല്ലോ പണ്ടത്തെ, അതിന് നിറച്ച് കിട്ടുമായിരുന്നു. ഇപ്പം അതിൻ്റെ പകുതി പോലും കിട്ടാനുള്ള 100 രൂപയ്ക്ക് പോലും കിട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെ പോലും. അപ്പം മറ്റേ സ്ഥലങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കക്കയ്ക്ക്. പിന്നെ ഇതാ നമ്മുടെ കക്ക വൃത്തിയാക്കില്ല, ഇനി ഇത് കഴുകാനുണ്ട്. അപ്പോൾ നമുക്ക് കഴുകാം. ഒരു 4-5 വെള്ളം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് ഞെക്കി ഇങ്ങനെ കളഞ്ഞെങ്കിലും അതിൻ്റെ ബാലൻസ് ഒക്കെ അതിനകത്ത് കാണാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. കുറച്ചല്ല, നല്ല മാറ്റിട്ട് വേണ്ടിയിട്ട് 1 മണിക്കൂറോളം ഇതിൻ്റെ കൂടി ഇരുന്നിട്ടാണ് ഒന്ന് വൃത്തിയായി കിട്ടിയത്. കണ്ടോ വെള്ളത്തിൻ്റെ നിറം? ഇതേപോലെ ഒരു 4-5 വെള്ളം കഴുകിയിടണം. നമ്മൾ ചട്ടി വെച്ചു. ഇനി നമുക്കിതാ വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം കട പൊട്ടിക്കണം. ഇത് ചട്ടി ചൂടാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ലേശം കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി. അരപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇളക്കി ഒഴിച്ച് നമ്മളതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി, നമ്മൾ കക്ക കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പം ഞാൻ അതാണ് വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കക്ക ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വെക്കും. ഇത് വെന്ത് വരുമ്പോൾ ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കാമേ. ഈ വെള്ളം തീരുന്നത് നന്നായിട്ട് വെന്തൊന്ന് പറ്റി കഴിയുമ്പോൾ
നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടതാണ് അരപ്പിൽ, ഉപ്പും ലേശം കുരുമുളക് പൊടിയും ഇട്ടു. ഇത് ഏകദേശം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളം ഒന്നുകൂടെ പറ്റി നല്ല തോരൻ പോലെ ആകെ എടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കുരുമുളക് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഓരോ കക്ക എടുത്ത് കഴിക്കുമ്പോഴേ കുരുമുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇനി ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഇതിനകത്തിരുന്നങ്ങ് പറ്റിക്കോളൂ കേട്ടോ. നമ്മുടെ ചട്ടി ആയതുകൊണ്ടേ, മൺചട്ടി ആയതുകൊണ്ട് പറ്റിക്കോളും. സോ അപ്പോൾ ഇതാണ് നമ്മുടെ കക്കത്തോരൻ. നല്ല ടേസ്റ്റാട്ടോ. ഇതിനൊരു ഒരു നമ്മുടെ ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. നമ്മുടെ വീഡിയോയിലൊരു വൈറ്റായിട്ട് തോന്നിയെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. നമ്മൾ പച്ചമുളക്, കാന്താരി മുളക് അരച്ചതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.